Hi, hello, and welcome to IAS Factor. And we are discussing the Hindu newspaper daily analysis for IAS. So, നമ്മൾ ഇന്ന് 7th ഒക്ടോബർ ആണ്, ഏഴാം തീയതിയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ഹിന്ദു ആൻഡ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള വാർത്തകൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. സോ സ്ട്രെയിറ്റ് ഇൻ ടു ദ കോണ്ടന്റ്. ഏത് പേപ്പർ GS പേപ്പേഴ്സിലും എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രിലിംസിനും മെയിൻസിനും എങ്ങനെ പഠിക്കാമെന്നുള്ള രീതിയിൽ ലെറ്റ്സ് ഹാവ് എ റിയൽ ഗുഡ് ക്ലാരിറ്റി ആൻഡ് അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് വാർത്ത നമുക്ക് ആസ് വി ഹവ് ഡിസ്കസ് ഇൻ പ്രീവിയസ് ഡേയ്സ് ഐ ഹവ് ഓൾറെഡി ബ്രോട്ട് ഇൻ ടു അറ്റൻഷൻ ഒരുപാട് റേപ്പുകളും. സോ നമ്മൾ ഈ കുട്ടികളുടെ കേസിലും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ട ന്യൂസ് ഒന്ന് ദളിറ്റ്സിനെതിരെയുള്ള അട്രോസിറ്റീസും ഇൻക്രീസിങ് റേപ്സ് ആൻഡ് ഇഷ്യൂ. സോ ഈ കുട്ടികൾ ഡെഫിനറ്റ്ലി വരുന്ന സമയത്ത് അവിടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് പോക്സോ കേസുകൾ. അതെങ്ങനെ ചാർജ് ചെയ്യണം, അതിൻ്റെ സെക്ഷൻസ്. കാരണം ഇതിൽ തന്നെയുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഈ പോക്സോ വളരെയധികം ഇതാണ്. ഇത് സെക്ഷുവലായിട്ട് ഇതിപ്പോൾ പോക്സോയുടെ പ്രൊവിഷൻസ് എപ്പോഴും വരുന്നതാണ്. സോ നമുക്ക് വി ഷുഡ് ബി പ്രിപ്പയറിംഗ് ദിസ് ഫോർ ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റൻ ഒക്കെ വരികയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് പോക്സോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് സെക്ഷുവൽ അസോൾട്ട് നടത്തിയാൽ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഫിസിക്കൽ സെക്സ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പെനട്രേറ്റീവ് സെക്സ്. അതല്ലാതെ സെക്ഷുവൽ റിമാർക്സും അത്തരം കാര്യങ്ങളിലും പോക്സോ എടുക്കുമ്പോൾ അപ്പം എന്ത് ക്രൈംസ് ആണ് പോക്സോനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 18 വയസ്സ് താഴെയാണെങ്കിൽ ഇപ്പോൾ പോക്സോ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്, എവിഡൻസ് കളക്ടിങ്. സോ വിക്ടിം ആൻഡ് ദ പെർപെട്രേറ്റർ. അപ്പോൾ ഇതിലെങ്ങനെയാണ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളും എങ്ങനെയാണ് നടക്കുന്നത്, പോക്സോന്റെ റൂൾ എങ്ങനെയാണ്, ചില സമയത്ത് ലൈഫ് ഇംപ്രിസൺമെന്റും ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാവുന്ന കേസുകൾ പോക്സോയിലുണ്ട്. അപ്പോൾ കൽക്കട്ട, ബംഗാളിൽ നടന്ന ആ ഒരു കേസും കാൽക്കട്ട ഹൈക്കോടതി പിന്നെയും ഒരു റേപ്പിന് ശേഷം പിന്നെയും ബംഗാൾ ഈസ് ആക്ച്വലി ഇൻ ഫോർ റേപ്പ്. സോ ഇത് പോക്സോയുടെ രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്ന സ്ഥലത്ത് ഇന്ന റേപ്പ് നടന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഇത്തരം ന്യൂസുകൾ വരുമ്പോൾ വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ദാറ്റ് ആൻഡ് ഹൗ ഇസ് ദിസ് ഹോൾ തിങ് ഗെറ്റിംഗ് സെലക്റ്റഡ്, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ UPSC ലെവലിൽ മനസ്സിലാക്കിയാൽ നമുക്കിത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഫ്രണ്ട് പേജിൽ കൂടുതലും വെസ്റ്റ് ഏഷ്യനെ കുറിച്ചിട്ട് കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇന്നൊരു എഡിറ്റോറിയൽ പോലും അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെസ്റ്റ് ഏഷ്യയുടെ സിറ്റുവേഷൻ പറയുന്നുണ്ട്. ആൻഡ് ഇൻഡോ മാലദ്വീപ്സ് റിലേഷൻഷിപ്പ്, അവിടുത്തെ മൊയ്സു ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് എന്താണ്, പൊതുവേ ഇന്ത്യനെ വലിയ വിലയില്ലാത്ത മനുഷ്യനായിരുന്നു മൊയ്സു, അല്ലെങ്കിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലാണ്, അതിൻ്റെ ബലത്തിലാണ് പുള്ളി ഇലക്ഷൻ ജയിച്ചത്. ചൈനയോട് കൂടുതൽ ഇഷ്ടം കാണിച്ച് സോ ഇപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇതും വരുമ്പോൾ രാജ്യങ്ങൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്. ദർ ആർ നോ പെർമനന്റ് എനിമീസ് ഓർ പെർമനന്റ് ഫ്രണ്ട്സ് ഇൻ പൊളിറ്റിക്സ്. ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഇസ് ദ സസ്റ്റനൻസ്. ഇത് നടന്നു പോകണം. സോ അടുത്തത് IAFന്റെ മെഗാ ഷോ ആണ് ഇതിൽ കാണിക്കുന്നത്. സോ ഇതാണ് ഇതിൽ ഫസ്റ്റ് പേജിൽ മേജർ ആയിട്ടുള്ള വാർത്തകൾ ഇതാണ്. സോ ആസ് യു നോ ഐ എം യൂസിങ് ദ ഡൽഹി എഡിഷൻ. ന്യൂസുകളെല്ലാം ഓവർലാപ്പ് ചെയ്ത് തന്നെ വരും. ആൻഡ് ഡെഫിനറ്റ്ലി സ്റ്റേറ്റ്സിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഫസ്റ്റ് ഇസ് എലക്ഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത് ചൈൽഡ് മാരേജ്. ഇവിടെ നമുക്ക് ഇലക്ഷനെക്കാട്ടും ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുകയാണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഇസ് ചൈൽഡ് മാരേജ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഐറ്റം ആയിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്പർ 1 മനസ്സിലാക്കേണ്ടത്, ചൈൽഡ് മാരേജ് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് അസാം മിനിസ്റ്റർ തീരുമാനിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 2026. സോ വാട്ട് ഇസ്, ഇതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ GS പേപ്പർ 1 യു ക്യാൻ ആക്ച്വലി റൈറ്റ് ദിസ്. വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ചൈൽഡ് മാരേജ് ഇൻ ദ സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ 2026 ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ചൈൽഡ് മാരേജ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ അതിനാദ്യമായിട്ട് ചെയ്യുന്നത് നിജുത് മൊയ്ന സ്കീം എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് ആ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക്, 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്ക്, 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്നവർക്ക്, കോളേജ് കഴിയുന്നവരെ എല്ലാവർക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. The Nijut Moina is an endeavor to intensify the battle against child marriage by reducing the economic burden on the parents or the guardians. പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ കല്യാണം കഴിപ്പിച്ച് വിടുന്നതെന്ന് ഇവർ പറയുന്നത്. സോ ഇപ്പോഴും ആ ചൈൽഡ് മാരേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഔട്ട്ലേ ഓഫ് 1500 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. The Mukha Mantri Nijut Moina, a scheme for girls to receive fixed monthly payment to pursue higher education on the condition that they remain unmarried. ഡിഗ്രി കഴിയുന്നവരെ the only condition പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ until you complete your degree all you have to do is കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്ലി ഇതിൽ കൊടുക്കുന്നുണ്ട്. ക്ലാസ് 12 ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ 1000 രൂപ, 1200 രൂപ. For 10 months there is no bar on marriage for girls.
സോ അങ്ങനെ ഒരു സംഭവം, ഇതൊരു സൊസൈറ്റി ക്വസ്റ്റനും കൂടാണ്. അപ്പം നമ്മൾ ഇന്ന സ്കീം ഓർത്തിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വി ഹാവ് എ ലോങ് വേ ടു ഗോ ബിഫോർ വി എൻഡ് ദിസ് ചൈൽഡ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലാർജർ തീമിലേക്കാണ്, ഒരു സൊസൈറ്റി തീമിലേക്കാണ് ഈ ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ മേജർ ആയിട്ടുള്ള അടുത്ത വാർത്തകൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് അഗെയിൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുംഭമേള, നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ വരുമ്പോൾ മീറ്റ് ലിക്കർ ബാൻ വിത്തിൻ മഹാകുംഭ് പെരിഫറി. സോ ഇതിൽ കാണാൻ പറ്റും. സോ വേർ ഇസ് പെരിഫറി ഓഫ് മഹാകുംഭ് മേള ഇൻ പ്രയാഗ്രാജ്. എന്താണ് ഈ കുംഭമേള എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ബിഗ് തിങ്. എല്ലാ 12 വർഷം 14 വർഷം കൂടുമ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് നടക്കുന്നത്? നമുക്ക് ഒന്ന് പ്രയാഗ്രാജ് ആണ്. ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടുപിടിക്കണം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ. കുംഭമേള എവിടെയൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ റിവേഴ്സിന്റെ പേര്. ഇപ്പോൾ പ്രയാഗ്രാജ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഗംഗയാണ്. അടുത്തത് പിന്നെയുള്ള കുംഭമേള എന്ന് പറയുന്നത് ഹരിദ്വാറിലാണ്. സോ വൺ ഇസ് പ്രയാഗ്രാജ് ആൻഡ് നെക്സ്റ്റ് ഇസ് ഹരിദ്വാർ ആൻഡ് നെക്സ്റ്റ് ഇസ് നാഷിക്. നാഷിക്കിലാണ് നടക്കുന്നത്. സോ മേ ബി വിൽ ആക്ച്വലി റൈറ്റ്. ഒന്ന് പ്രയാഗ്രാജ്, രണ്ട് ഹരിദ്വാർ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് നാഷിക്. ഇത് കണ്ടുപിടിക്കണം, പക്ഷെ ഞാൻ എന്നാലും പറയുകയാണ്. നാഷിക് ആൻഡ് നെക്സ്റ്റ് ഇസ് ഉജ്ജയിൻ. ഇത് നദികളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ഹിന്ദു ഡിവോട്ടീസും ആൾക്കാരൊക്കെ വരുന്നതാണ്. സോ പ്രയാഗ്രാജ് ഓബിയസ്ലി ഇൻ ഗംഗ ആൻഡ് ഹരിദ്വാർ ഓൾസോ ഇൻ ഗംഗ. ആൻഡ് നാഷിക് എന്ന് പറയുമ്പോൾ ഗോദാവരി റിവറിലാണ് അത് വരുന്നത്. ഉജ്ജയിൻ മീൻസ് ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ ഷിർപ്പ റിവർ. സോ ഇതും ഇത് ഈ പരീക്ഷയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. കുംഭമേള എന്താണ്, ഇത്ര വർഷം കൂടുമ്പോഴാണ് വരുന്നത്, മഹാകുംഭ് എന്താണെന്നൊക്കെയുള്ള നമ്മൾ നോക്കി വെച്ചാൽ ഇതൊന്ന് നമുക്കിത് എപ്പോഴും ഒരു ലോ ആൻഡ് ഓർഡർ ചലഞ്ചും കൂടാണ്. ഇത്രയും വലിയ സംഭവം, ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പീസ്ഫുൾ ഗാദറിംഗ് ഓഫ് പീപ്പിൾ. സോ ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത സ്റ്റേറ്റിൽ പ്രധാനമായിട്ട് പറയുന്നത് എലക്ഷൻസ് വരുന്നതുകൊണ്ട് ലഡ്കി ബഹൻ ബീങ് മെയ്ഡ് ഇൻ അഡ്വാൻസ്. സോ അതൊരു സ്കീമാണ്, ലഡ്കി ബഹൻ യോജന. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിട്ടിസൈസ് ചെയ്തും പറയുന്നത് എലക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്നാണ്. വിൽ ബി ഗിവൺ 1,500 പെർ മന്ത് ആൻഡ് വിമൻ വിത്ത് ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ലെസ് ദാൻ 2.5 lakh. 2.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള സ്ത്രീകൾക്ക് മാസം 1,500 രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി മജി ലഡ്കി ബഹൻ യോജന. അപ്പോൾ ഇത് എലക്ഷന് മുന്നേ തന്നെ, അവിടെ മഹാരാഷ്ട്ര ഇലക്ഷൻ വരാൻ പോകണം. അപ്പോൾ എലക്ഷന് മുന്നേ തന്നെ ഇതിന്റെ ഫണ്ടൊക്കെ ഡിസ്ബേഴ്സ് ചെയ്ത് തീർക്കുകയാണ്. സോ ഇതൊരു പൊളിറ്റിക്കൽ ആക്ട് ആയിട്ടാണ് അവർ ഒപ്പോസിഷൻ പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് പിന്നീട് ഇത് കൊടുത്തു തീർക്കാൻ പറ്റില്ല, കോൺട്രവേഴ്സി ഒക്കെ വരുന്നുണ്ട്. ലഡ്കി ബഹൻ യോജന, ഒറ്റ കാര്യം നമുക്ക് മനസ്സിലായി, ഈ യോജനകളുടെ പേരൊന്നും ഓർമ്മയില്ലെങ്കിലും വി നോ ദാറ്റ് ദർ ആർ സോ മെനി സ്കീംസ് ഫോർ വിമൻ. വൺ ഇസ് മഹാരാഷ്ട്ര സ്കീം. അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ് they are given monthly income for the annual income categorized according to that. 2.5 ലക്ഷത്തിന് താഴെ ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്കീമാണ്. അസാമിൽ പഠിക്കാൻ വേണ്ടി പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻസിൽ ആൻസർ എഴുതുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. A recent scheme in Maharashtra, a recent scheme in Assam for education, for family sustenance എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെയിൻസ് ഇത് സ്കീം ഓർത്തിരുന്നില്ലെങ്കിലും ഇത് ഓർത്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള പോയിന്റ് ഓർത്തെടുക്കുക. ആൻഡ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത ഇവിടെ വരുന്നത്, മോർ കർണാടക കോൺഗ്രസ് ഇംപ്ലിമെന്റേഷൻ ഓഫ്, ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട, നമുക്കതിനകത്ത് എന്തെങ്കിലും ആസ്പെക്ട് ഉണ്ടെങ്കിൽ എടുക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ലാർജർ പോയിന്റ് ഇസ് വാട്ട് ഇസ് എ കാസ്റ്റ് സെൻസസ്. കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങൾ നമുക്കറിയാം ബീഹാറിലും ഇവിടെയൊക്കെ വലിയ കോൺട്രവേഴ്ഷ്യലാണ്. സെൻസസ് നടത്തുമ്പോൾ നമ്മൾ ആൾക്കാരെ എത്ര പെർസെന്റ് ഓഫ് ആൾക്കാരുണ്ട് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവരുടെ കാസ്റ്റും കൂടെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പറയുന്ന അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഓരോ കാസ്റ്റിന്റെ പെർഫോമൻസ് അറിയാം, ഓരോരുത്തരുടെ എക്കണോമിക് സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, അവർക്ക് എത്രത്തോളം ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കാസ്റ്റ് സെൻസസ് എടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ കമന്റ് ചെയ്ത് യൂട്യൂബ് ചാറ്റ് ബോക്സിൽ ഇടാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ടോപ്പിക്കുകൾ എടുക്കണം എന്നല്ലെങ്കിൽ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റിലിട്ട് ഉറപ്പായിട്ടും ഞാൻ ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ടോപ്പിക് എന്താണെന്നുള്ളത് വളരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാഷണൽ ഇന്റർനാഷണലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാവുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദാറ്റ്. ഓക്കെ. ആൻഡ് പിന്നെയുള്ളത് മദ്രാസാസിൻ്റെ ഇതാണ്. ഇതൊരു വലിയ ഡിബേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം യു പിയിൽ ഒരുപാട് മദ്രസസ് ഉണ്ട്. സോ മദ്രസ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ മദ്രസസ് തന്നെ ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ലേണിംഗ് പഠിപ്പിക്കുന്ന മദ്രസയിൽ ഓൾറെഡി വാട്ട് യു കോൾ ഇറ്റ് ആസ് ദി രജിസ്റ്റേർഡ് ആൻഡ് നോൺ രജിസ്റ്റേർഡ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് കൊണ്ട് നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് എണ്ണം ഉണ്ട്.
സോ ഇതിൽ പറയുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ എണ്ണം ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ഗവൺമെന്റ് എയ്ഡോടെ നടക്കുന്നതാണ്. ഗവൺമെന്റ് എയ്ഡഡ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ, കാരണം നമുക്കറിയാം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെയാണ് നമ്മുടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാം, അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. സോ ഗവൺമെന്റ് എയ്ഡ് ചെയ്ത് വരുന്ന ഗവൺമെന്റ് സാലറി കൊടുക്കുന്നതും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ മദ്രസാസിൽ പറയുന്ന യു പിയിൽ കുറേ മദ്രസ അവിടെ പഠിപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടത്ര ശമ്പളം ഗവൺമെന്റിന് കിട്ടാനുള്ള ഫണ്ട് പലപ്പോഴും വരുന്നില്ല എന്നുള്ളൊരു വലിയൊരു പരാതി പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ബിഗാം ദ മദ്രസ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ഒരു ആംഗിളും കൂടെ ആണ്. മദ്രസ മോഡേണൈസേഷൻ സ്കീമും ഉണ്ട്. അതായത് ഇവിടെ മതത്തിനൊപ്പം തന്നെ സയൻസും ആർട്സും അതേപോലത്തുള്ള കുറച്ചുകൂടെ സബ്ജക്ട്സും കൂടെ പഠിപ്പിച്ചു പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് അങ്ങനത്തെ ഭാഷയും കൂടെ നമ്മൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മദ്രസ മോഡേണൈസേഷൻ സ്കീമും ഉണ്ട്. മൊത്തത്തിൽ ടീച്ചേഴ്സിന് സ്ട്രഗിൾ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്, കാരണം ഫണ്ട് പാസ് ചെയ്ത് വരുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെയുള്ള പ്രധാനം ഇതിനകത്ത് വരുന്നത് ബംഗാളിൽ നമുക്ക് UPSCക്ക് ആവശ്യമുള്ള നോക്കുമ്പോൾ ബംഗാൾ ജൂനിയർ ഡോക്ടേഴ്സ് ഇപ്പോഴും ഹങ്കർ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരുപാട് പേര് ഹങ്കർ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അവർ പറയുന്നത് അവിടെ നമുക്കറിയാം കോൽക്കട്ടയിൽ നടന്ന ഡോക്ടറിന്റെ റേപ്പ്, മർഡറും അതിനുശേഷം ജൂനിയർ ഡോക്ടേഴ്സ് ഉന്നയിക്കുന്ന ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. അതായത് ബേസിക്കലി യു ഹാവ് ടു ഇൻക്രീസ് ദി മേജർ ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം, സെക്യൂരിറ്റി കുറച്ചുകൂടെ കൊണ്ടുവരണം, പോലീസ് പ്രസൻസ് കുറച്ചുകൂടെ കൊണ്ടുവരണം, അതേപോലെ നല്ല CCTV ഫെസിലിറ്റീസ് വേണം. കാരണം ഡോക്ടേഴ്സിന്റെ സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ഇല്ലാതെ പിന്നെ അവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി കഴിഞ്ഞ ഇതിനെ മോശമായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് ഇവരെയൊക്കെ ഡീൽ ചെയ്യണം. അങ്ങനെ വലിയൊരു ഡിമാൻഡ് ഉണ്ട് കൽക്കട്ടയിലെ ജൂനിയർ ഡോക്ടേഴ്സ് വെക്കുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഇവിടെ. പിന്നെ ഇത് കണ്ടോ, ജെനി മാസ്റ്റർ, ഒരു കേസാണ് ഹൈദരാബാദിൽ ഒരു ഡാൻസ് മാസ്റ്റർക്ക് നാഷണൽ അവാർഡ് കൊടുത്തതാണ്. അദ്ദേഹത്തിന് പോക്സോ കേസ് വന്നു എന്ന് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ആ നാഷണൽ അവാർഡ് റിവോക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പോക്സോ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, അദ്ദേഹത്തിൻ്റെ എതിരെയും പോക്സോ വന്നതുകൊണ്ടാണ് അത് മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഗെയിൻ ഹൈദരാബാദ് പോലീസ് ക്യാരി ഔട്ട് മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേഷൻ സൈബർ ക്രിമിനൽസിനെയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. പോലീസ് സൈബർ സെല്ല് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത്. ഇതായിരുന്നു മേജർ ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് വന്നിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടുള്ള എഡിറ്റോറിയൽ കോളത്തിൽ ഇതിൽ മാവോയിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. മാവോയിസ്റ്റ് മസ്റ്റ് അബാൻഡൻ ആം സ്ട്രഗിൾ ആൻഡ് എൻറ്റർ ദ ഡെമോക്രാറ്റിക് പ്രോസസ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഛത്തീസ്ഗഡ് ആ ഭാഗത്തുള്ള കുറേ ഏരിയാസ് ദേ ഹാവ് എ ഹൈ സിമ്പത്തി ടുവേർഡ്സ് ദ മാവോയിസ്റ്റ് സ്ട്രഗിൾ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇത് വരുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു ഗോ ആൻഡ് സ്റ്റഡി വാട്ട് ഈസ് മാവോയിസം, വാട്ട് ഈസ് നക്സലിസം, ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്. നമുക്ക് GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് പോയി പഠിക്കേണ്ട ഒരു സമയമാണ് എന്താണ് സംഭവിക്കുന്നത്. കുറേ പേര് അറിയാം ആ കാലത്തുള്ള ആ സ്റ്റേറ്റിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു നക്സൽ അല്ലെങ്കിൽ റെഡ് കോറിഡോറിൽ ബന്ധപ്പെട്ട ബീഹാർ അവിടെയൊക്കെ ഉള്ള എല്ലാവർക്കും ഒരു ഗവൺമെന്റിനെതിരെ ഉള്ള ഒരു നക്സലിസ്റ്റിക് ഐഡിയോളജി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇത് പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു, ഇതേപോലെ ഗറില്ല ആയിട്ടുള്ള വാർഫെയർ പല രാജ്യങ്ങളിലും ഉണ്ട്. അവരൊക്കെ പതുക്കെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിനോട് സെറ്റിൽ ചെയ്ത് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. നേരിട്ട് ഡെമോക്രസിയിൽ വിശ്വസിച്ച് അതിലൂടെ നമുക്ക് ഈ തോക്കിലൂടെ മാറ്റാം. റെവല്യൂഷൻ, യു ഷുഡ് കട്ട് ഡൗൺ ദ റെവല്യൂഷൻസ് എമിനേറ്റിംഗ് ഫ്രം ദ ഗൺസ് ആൻഡ് ദ കൾട്ട് ഓഫ് ബോംബ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ മാറേണ്ട സമയമായി എന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അന്നും പറഞ്ഞ് ഡിസ്കസ് ചെയ്തപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കോടി ആൾക്കാർക്ക്, കാരണം സ്കില്ലും എഡ്യൂക്കേഷൻ തന്നെയാണ് ഇനി വരാൻ പോകുന്ന യൂത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വലിയ യൂത്ത് ഉണ്ട്, വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നൊരു കാര്യമില്ല. ദേ നീഡ് ടു ഹാവ് സ്കിൽ ആൻഡ് ദേ നീഡ് ടു ഹാവ് എഡ്യൂക്കേഷൻ. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസിൽ, എത്രയോ കോർപ്പറേറ്റ് കമ്പനീസിൽ ഇനി മുതൽ പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പും ഉണ്ട്. നമുക്ക് യങ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇന്റേൺഷിപ്പിന് ചെയ്യാനുള്ള ഒരു you can see 4.1 crore youth over 5 years will match companies willing to offer year-long job training with young people finding a job. 4 കോടിയോളം വരുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്നാണ്. സോ ഇത് പ്രൈവറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്യണം. ആദ്യത്തെ പൈലറ്റ് ഇതിൽ പറയുന്നുണ്ടോ ഓട്ടോമാറ്റിക്കലി. You can see 1.25 lakhs interns will begin stints with voluntary participating companies. കമ്പനീസിന് ഇന്ന് എടുത്തുകൊള്ള നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാം ഒരുപാട് കമ്പനീസ് റീസെൻ്റ്ലി കണ്ടപ്പോൾ മഹീന്ദ്ര ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ആൾക്കാരെ എടുക്കാൻ. സോ ഇറ്റ് ഈസ് റൈറ്റ്ലി ബിക്കോസ് സ്കെയിലിംഗ് അപ്പ് ദ
ഇത്രയും 1 crore ഇന്റേൺഷിപ്പാണ് 2029 നമുക്ക് കൊടുത്തു തീർക്കേണ്ടത്. അത്രയും ആൾക്കാർക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സംഭവിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ സ്കില്ലും അവയർനെസ് ലെവലും അല്ലെങ്കിൽ ഓഫീസ് ഒരു വർക്ക് കൾച്ചർ ഭയങ്കരമായിട്ട് വരുമ്പോൾ ഇന്ത്യൻ യൂത്തിൻ്റെ കപ്പാസിറ്റീസ് ഇൻക്രീസിങ്. ഇന്ത്യൻ യൂത്തിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൂടുതൽ വർക്ക് ഫോഴ്സ് വരും. നല്ല വർക്ക് ഫോഴ്സ് വരുമ്പോൾ ഇൻഡസ്ട്രീസ് വരുമ്പോൾ പൈസ വരുമ്പോൾ എക്കോണമി വലുതാവും. സോ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ചെറിയ സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് പിന്നീട് ഇന്ത്യൻ എക്കോണമി തന്നെ നന്നാവും എന്ന് പറയുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ലൂപ്പാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മെയിൻസിൻ്റെ സോഷ്യൽ ജസ്റ്റിസോ അല്ലെങ്കിൽ സൊസൈറ്റി ആസ്പെക്റ്റിലൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എഡിറ്റോറിയൽ തന്നെയാണ്. ആൻഡ് അതേപോലെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെസ്റ്റ് ഏഷ്യ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഇത്. ഞാൻ ഇത് ഒരുപാട് ഡിസ്കഷനിലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആൻഡ് പെട്ടെന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ വെസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അറിയണം എവിടെയാണ് വെസ്റ്റ് ഏഷ്യ. സെൻട്രൽ ഏഷ്യ എന്നൊക്കെ പറയുമ്പോൾ വെസ്റ്റ് ഏഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഏരിയ ആണ്. വെൻ യു ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ദ വേൾഡ്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ഏഷ്യ ഏത് ഭാഗത്താണെന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇക്വേഷനിൽ വരുന്ന രാജ്യങ്ങൾ ഒന്ന് ഇസ്രായേൽ, ഇപ്പോഴത്തെ സൈഡിൽ യു ഹാവ് ഇറാൻ. ആൻഡ് ഇതിൻ്റെ ഇടയിലാണ് ഇസ്രായേൽ ഇറാൻ ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഹമാസ് വരും. ഇറാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ലെബനൻ വരും, ഹെസ്ബുള്ള വരും. ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ബാക്കിയുള്ള അറബ് കൺട്രീസ് ഉണ്ടല്ലോ, അവിടെ ബാക്കിയുള്ള അറബ് കൺട്രീസിൻ്റെ സ്റ്റാറ്റസ് വരും. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇസ്രായേലും ഈ ഹമാസ് അല്ലെങ്കിൽ ഇവിടെ ഗാസ എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിൽ നിന്നും അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇസ്രായേൽ ഇറാൻ എന്ത് സംഭവിക്കുന്നു, ആൻഡ് പുറത്ത് നോക്കുമ്പോൾ UN അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, USA, ദ വെസ്റ്റേൺ കൺട്രീസും ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇഷ്യൂടെ നോക്കിക്കാണുന്നത്. സോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പ്രശ്നമാണ്. ഇസ്രായേൽ ഇറാൻ അവരുടെ ഈ ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്ത് നോക്കാനും ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് ഒക്ടോപ്പസ് ഡോക്ട്രൈൻ എന്ന് പറയുന്നൊരു വാക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഈസ് വെരി നൈസ്. ഒക്ടോപ്പസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അതിൻ്റെ ഒരു വെറുതെ വരയ്ക്കുകയാണ്, എനിക്ക് വരയ്ക്കാൻ അറിയില്ല, എന്നാലും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പാണെന്നറിയാം. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടറോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എൻറ്റൈറ്റിയോ ഒരു സ്ട്രാറ്റജി അല്ല കൊണ്ടുവരുന്നത്, ഒറ്റ സ്ട്രാറ്റജി അല്ല. ഒക്ടോപ്പസിനെ പോലെ കുറേ ടൈപ്പ് കൊണ്ടുവരും, കുറേ ടൈപ്പുള്ള ഒക്ടോപ്പസ് ഡോക്ടർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കും. ട്രേഡ്, എക്കണോമിക്കലി, ഫിനാൻഷ്യലി, പൊളിറ്റിക്കലി, ഡിപ്ലോമാറ്റിക്കലി, അങ്ങനെ പല ഒക്ടോപ്പസിനെ പോലെ പല ടൈപ്പ് ഓഫ് സംഭവങ്ങൾ, പല സ്ട്രാറ്റജീസ്, പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഒരേ സമയം കൊണ്ടുവരുന്നതിനാണ് ഒക്ടോപ്പസ് ഡോക്ട്രൈൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ഉണ്ട്. നാളെ എവിടെയെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഈ ഒക്ടോപ്പസ് ഡോക്ട്രൈനെ കുറിച്ചിട്ട് മേ ബി യു ഷുഡ് ഹാവ് എ ഗുഡ് ഐഡിയ ഓൺ ദാറ്റ്. ആൻഡ് അടുത്ത ഗുർമീത് റാം റഹീം സിംഗ് ട്രാവസ്റ്റി, ദേരാ സച്ചാ സൗദ എന്ന് പറയുന്ന കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ട്. ദേരാ സച്ചാ സൗദ അത് പഴയ ഒരു ഗ്രൂപ്പാണ്. അവർക്കെതിരെ ഒരുപാട് ഈ ഗുർമീത് റാം റഹീമിനെതിരെ ഒരുപാട് റേപ്പ് കേസുകളും അവരുടെ അസോസിയേഷനിലും ഗ്രൂപ്പിലും വന്നിരുന്നവരെ റേപ്പ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കോമെന്റുകൾ അതിനുശേഷമാണ് ജയിലിൽ വരുന്നത്. പക്ഷേ ഇതിൽ കൊണ്ടുവരുന്ന വാർത്തയിൽ എഡിറ്റോറിൻ്റെ മെയിൻ ക്രക്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് പരോൾസ്. ഇദ്ദേഹത്തിന് ഇത്ര വർഷം ജയിലിൽ കൊടുത്തിട്ട് ഹീ ഈസ് ഔട്ട് ഓൺ പരോൾ ഫോർ ഓൾമോസ്റ്റ് 250+ days, 250ഓളം ദിവസം പുറത്താണ് അദ്ദേഹം. സോ വാട്ട് ഈസ് ദിസ് കൈൻഡ് ഓഫ് എ പരോൾ വെൻ ദി അക്യൂസ്ഡ് പേഴ്സൺ and the convict person who is sentenced in a jail is actually freely roaming in the streets for more than 250+ days. എവിടെ പരോൾ? അപ്പോൾ ഇതിന് എന്താണ് ഈ പരോൾ എന്ന് പറയുന്നത്? പ്രിസൻസ് ആക്ട് മറ്റ് ആക്ടുകൾ ഉണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൂടെ തീരുമാനം എടുക്കാൻ പറ്റും. കാരണം പരോൾ കൊടുക്കുന്നതിൻ്റെ റൈറ്റ്സ് സ്റ്റേറ്റിനും കൂടെ തീരുമാനിക്കാം. അങ്ങനെ പരോൾ കൊടുക്കരുത് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അങ്ങനെ പരോൾ കൊടുക്കാമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ആൻഡ് അടുത്ത ഇതെന്ന് പറയുന്നതും ഡെഫിനറ്റ്ലി സ്കില്ലും എഡ്യൂക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറേ സ്കീംസിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് കേന്ദ്ര വിദ്യാലയ, PM ശ്രീ കേന്ദ്ര വിദ്യാലയ, നോയിഡയിൽ തുടങ്ങിയ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, AI വേണ്ടിയുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയുള്ള. സോ ഇതിൽ പറയുന്ന മേജർ പ്രിമൈസ് എന്ന് പറയുന്നത് സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് സ്കിൽ ആൻഡ് എഡ്യൂക്കേഷന്
ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. കുറേ സ്കീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. PM ശ്രീ കേന്ദ്ര വിദ്യാലയയുടെ കാര്യം, അല്ലാതെ ഓരോ ആ എക്സാമ്പിൾസ് ഇതിനകത്ത് ഓർത്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് ചർച്ചയുണ്ട്. നോയിഡയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നുണ്ട്. റോബോട്ടിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പാർട്ട്ണർഷിപ്സ് വേണം. ആൻഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം, ഇതെല്ലാം സ്കില്ലും എഡ്യൂക്കേഷനും വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഈ മോഡൽ സ്കിൽ ലോൺ സ്കീം? ഏതാണ്ട് ദ ലോൺ ലിമിറ്റ് ഫോർ സ്കില്ലിംഗ് വാസ് ഇൻക്രീസ്ഡ്. സ്കില്ലിങ്ങിനുള്ള ലോൺ ലിമിറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ ഓർത്ത് വയ്ക്കുക. സ്കിൽ ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ മേജറായിട്ട് സംസാരിക്കുന്നത്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഇതാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ പിന്നെ അടുത്ത മേജറായിട്ടുള്ള നാഷണൽ ന്യൂസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കുറേ ഇമ്പോർട്ടൻറ്റ് വാർത്തകളുണ്ട്. അതാണ് കുറച്ച് ടൈം എടുത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഡോ മാൽദീവ്സ് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാൽദീവ്സ് റിലേഷനിൽ ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഈ പുതിയ മൊയ്സു വന്ന സമയത്ത് ഇറ്റ് വാസ് എൻ ആൻറ്റി ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവർ ചെയ്തു. കാരണം ഇന്ത്യയും മുന്നേ ഉണ്ടായിരുന്ന മാലദ്വീപ്സിലെ പ്രസിഡന്റും വളരെ നല്ല റിലേഷൻ ആയിരുന്നു. പക്ഷേ മാലദ്വീപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാലദ്വീപ്സിന്റെ മാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലീസ് ട്രൈ ടു ലൊക്കേറ്റ് വെർ ഇസ് ദിസ് കൺട്രി ലൊക്കേറ്റഡ്, വിച്ച് ആർ ദി ഇമ്മീഡിയറ്റ് ബോർഡേഴ്സ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബോർഡർ ഷെയറിംഗ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇറ്റ് ഇസ് റിയലി ഗുഡ്. ആരായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്? ഐലൻഡ് കൺട്രിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട് മാലദ്വീപ്സ് ഭയങ്കര ടെൻഷനിലാണ്. എന്തുകൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് വേഴ്സ് ആയ മാലദ്വീപ്സ് എഫക്ട് ചെയ്യുന്നു പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. ആൻഡ് കമ്മിങ് ബാക്ക് ടു ഇവിടെ ലോൺസിനെ കുറിച്ചിട്ടും ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാലദ്വീപ്സ് ഒരുപാട് ക്രൈസിസിലൂടെ പോകുന്നത്. ചൈനയാണ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പോലും അന്ന് ഇന്ത്യക്കെതിരെ പറഞ്ഞുവെങ്കിലും ചൈന ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കറൻസി സ്വാപ്പ്, എക്കണോമിക്സിൽ നമ്മൾ അറിയേണ്ടതാണ്. എന്താണ് ഈ കറൻസി സ്വാപ്പ് എഗ്രിമെൻറ്റ്? വാട്ട് ഈസ് എ കറൻസി സ്വാപ്പിംഗ് എഗ്രിമെൻറ്റ്? അതേപോലെ ഓരോ പോയിന്റും അവരുടെ ഡെറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആണ്. മാലദ്വീപ്സ് ഒരുപാട് കടത്തിലാണ്. ശ്രീലങ്കയുടെ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. സോ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് പോയിന്റുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ദാറ്റ് മാലദ്വീപ് ബോണ്ട്സ് ഓഫ് 50 മില്യൺ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാലദ്വീപ്സിന് 50 മില്യൺ സപ്പോർട്ട്, എല്ലാം ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പിന്നെ മാലദ്വീപ്സ് ഇസ് ഡ്യൂ ടു മേക്ക് 25 മില്യൺ പേയ്മെന്റ് ടുവേർഡ്സ് 50 മില്യൺ സുക്കൂക്ക്. എന്താണ് സുക്കൂക്ക്? ഇസ്ലാമിക് ബോണ്ട് എന്ന് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ഇസ്ലാമിക് ബോണ്ട്സ് ഓർ സുക്കൂക്ക് ബോണ്ട്? അതിൽ തന്നെ ഏതാണ്ട് 114 മില്യൺ ഡോളറാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അടുത്ത കോടിക്കണക്കിന് രൂപ കടം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോണ്ടിനും കടമൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ആൻഡ് അതിന് ഡെഫിനറ്റ്ലി ഒരുപാട് സപ്പോർട്ടുകൾ വേണം. അതിന് ഇന്ത്യ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. സോ ഇതിൽ ആ ഒരു ഹെൽപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ കടം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, അവരുടെ ഡെറ്റ് ടു GDP റേഷ്യോ 110%. ഡെറ്റ് ടു GDP റേഷ്യോ, കടം ടു GDP റേഷ്യോ നോക്കുമ്പോൾ 110%. അപ്പോൾ ഇതെന്താണ് ഈ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ അറിഞ്ഞിരിക്കണം. സോ സുക്കൂക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് ബോണ്ട് എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് സുക്കൂക്ക് ബോണ്ട്സ് എന്താണെന്ന്, വാട്ട് ഈസ് സുക്കൂക്ക് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്കൂൾ നടത്തുകയാണെന്ന് വിചാരിക്കാം. സ്കൂളിന് ഒരു ബസ് വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് പൈസയില്ല, നമുക്ക് ലോൺ എടുക്കണം. ലോൺ എടുക്കുന്നതിന് പകരം നമ്മൾ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ ഫണ്ട് ഇടുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഫണ്ട് ഇട്ടു. സുക്കൂക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഫണ്ട് ഇട്ടു. ഈ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ബസ് വാങ്ങിച്ചിട്ട് നമ്മൾ ബസ്സിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ വാങ്ങുമല്ലോ. ബസ്സിന് ഉപയോഗിക്കുന്ന ഫീസ്, അതിന് കിട്ടുന്ന പൈസ, അതിൻ്റെ ചാർജ്, അതിൻ്റെ ചെലവുകൾ കഴിച്ചിട്ട് അതിനൊരു ഫണ്ട് ബാക്കി വരും. ഈ ഫണ്ട് നമ്മൾ ചെലവുകളും ഡ്രൈവറിൻ്റെ കോസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടാൽ ഒരു എമൗണ്ട് ബാക്കി വരുമല്ലോ. ഈ എമൗണ്ടിനെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കും. അത് ഇൻട്രസ്റ്റ് അല്ല, അതൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് പോലെ അത് അവർ വീതിച്ചെടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ ബസ് വിൽക്കും. ബസ് വിൽക്കുകയാണെങ്കിൽ ബസ് വിറ്റതിൻ്റെ പൈസയുടെ വീതവും എല്ലാവരും തമ്മിൽ ഏറ്റെടുക്കും. സോ സുക്കൂക്ക്, ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പിളിലാണ് സുക്കൂക്ക് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ആ സുക്കൂക്ക് പ്രിൻസിപ്പിൾ, സുക്കൂക്ക് ഡെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. സുക്കൂക്ക് ഡെറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അടുത്തത് ഇതിൽ വാങ്ചുക്കിൻ്റെ കാര്യം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഡിഫൻസിൻ്റെ കുറേ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഈ ആർട്ടിക്കിൾസ് വരുമ്പം ഇവിടെ എടുത്തു പറയേണ്ട പോയിന്റ് വേറൊന്നുമല്ല.
ഇന്ത്യൻ എയർഫോഴ്സ് ഇസ് ഷോർട്ട് ഓഫ് എവക് അല്ലെങ്കിൽ ഡിഫൻസിൽ അത് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, നോട്ട് എ ഡിഫൻസ് പേഴ്സണൽ. സോ ഡെഫിനറ്റ്ലി അവാക്സ് ഉണ്ട്. സോ എവക് അല്ലെങ്കിൽ AE ആൻഡ് നമ്മുടെ എയർബോൺ ഏർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എയർക്രാഫ്റ്റ്സിൽ, ഈ എവക് AWC എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഇമാജിൻ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ, നമ്മുടെ കയ്യിലൊരു റഡാർ സിസ്റ്റം പോലെയുണ്ട്. വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് വരുന്ന പ്ലെയിൻസിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ മൗണ്ട് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണ്. നമ്മുടെ ഫോഴ്സിനെ അവരിവിടെ ഇതുവഴിയാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഫോഴ്സിനെ ഈ ഏരിയയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ ഇതൊരു റഡാർ ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ആ വാർണിംഗ് സിസ്റ്റം കുറച്ചും കൂടെ ഇന്ത്യ ടൈറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. സോ ഒരു 6 സിസ്റ്റത്തിന് നമ്മൾ ഇനി കുറേ എയർക്രാഫ്റ്റ്സിൻ്റെ പേരൊക്കെയാണ്. ഈ എംബ്രയർ എയർക്രാഫ്റ്റ്, നമ്മുടെ ഓൾറെഡി ഇതേപോലെ തന്നെ സിസ്റ്റം ഉണ്ട്, ഏർലി വാർണിംഗ് സിസ്റ്റം. നേത്ര എന്നാണ് പറയുന്നത്, ഇന്ത്യയുടെ നേത്ര സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇനി എയർബസ് A381 ഇതേപോലത്തെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇനിയും വേണം. ഇത് മൗണ്ട് ചെയ്യണം, ഇത് പ്ലെയിനിൽ വെക്കണമല്ലോ. അപ്പോൾ അതും നമുക്ക് ഓർത്ത് വെക്കേണ്ട പേരുകൾ ഇതാണ്. ഒന്ന് ഏർലി വാർണിംഗ് സിസ്റ്റം, ഒന്ന് നേത്ര സിസ്റ്റംസ്, ഒന്ന് എയർബസ് A381 എയർക്രാഫ്റ്റ്സിൽ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സംഭവങ്ങൾ വരുന്നുണ്ട്. വി ഹാവ് 6 more കമ്മിങ്, 6 കൂടെ വരുന്നുണ്ട്. നമ്മളതിനെ MK1A എന്നാണ് വിളിക്കുന്നത് വിത്ത് മൈനർ മോഡിഫിക്കേഷൻ. ബാക്കി DRDO വരുത്തിക്കോളും. സോ DRDOയ്ക്ക് തന്നെ ദർ ഇസ് സംതിങ് കോൾഡ് എ CABS, എന്താണ് സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റംസ്. അവരാണ് ഈ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. സോ ഓർത്ത് വെച്ചോ എന്താണ് ഈ എവക് ആൻഡ് എംബ്രയർ എയർക്രാഫ്റ്റ് എന്ന പേര്. ഇന്ത്യയുടെ നേത്ര സിസ്റ്റം എയർബസ് 381 ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. DRDOയുടെ CABS സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റം, ഇവരാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. സോ ഇത് വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബാറ്റിൽസിലും കോമ്പാറ്റിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള എയർക്രാഫ്റ്റിലെ മൗണ്ട് എവക് എയർബസിലുള്ള മൗണ്ട് എന്ന് പറയുന്നത് 300 ഡിഗ്രി കവറേജ് തരും. 360 തരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി എയർബസിലുള്ളതിൽ 300 ഡിഗ്രി കവറേജ് ഉണ്ട്. എവാക്കിന് 300 ഡിഗ്രി ഉണ്ട്, 360 ഇല്ല. പക്ഷേ ഓൾറെഡി ഉള്ളതെന്ന് വെച്ചാൽ നേത്രയ്ക്ക് ഓൾറെഡി 240 ഡിഗ്രി ഉണ്ട്. നേത്ര എന്ന് പറയുന്നതിന് ഓൾറെഡി 240 ഡിഗ്രി കവറേജ് ഉണ്ട്. സോ ഇത് പാകിസ്ഥാൻ്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ അടുത്ത് നമ്മൾ ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ 2019. ഇഫ് യു റിമെമ്പർ ഓൾ ദോസ് തിങ്സ്, നമ്മുടെ അതിന് മുന്നേ ഉള്ള ഒരുപാട് എയർ സ്ട്രൈക്കിൽ ബലാക്കോട്ടിൽ ഒരു സമയത്ത് നമ്മൾ ആ സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസ് കുറച്ചുകൂടെ നല്ലത് വേണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇത് ഡിഫൻസ് ആർട്ടിക്കിളിൽ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നേത്ര സിസ്റ്റം എന്തുകൊണ്ടാണ് ഈ വാർണിംഗ് സിസ്റ്റം, എന്താണ് ഇതിൻ്റെ കപ്പാസിറ്റി, എത്ര ഡിഗ്രി കവറേജ് ഉണ്ടെന്നൊക്കെ ഉള്ളതെന്ന് വെറുതെ ഒന്ന് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ എന്ന് ഓർത്ത് വയ്ക്കുക. സോ അവിടെ മേജറായിട്ടുള്ള മറ്റ് പിന്നെ ഇതിനകത്ത് നെക്സ്റ്റ് പേജസിലൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ നമുക്ക് UPSC പെർസ്പെക്റ്റീവിലുള്ളതിൽ ഇതിലെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളും മറ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതിൽ എടുത്തു പറയേണ്ട കശ്മീരിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഡൽഹിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹൂ ഈസ് ഹാവിങ് ദി ഹൈ എഡ്ജ്? ഇസ് ഇറ്റ് ദ ചീഫ് മിനിസ്റ്റർ വെസസ് ലെഫ്റ്റനന്റ് ഗവർണർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കാണാം. അതേപോലെ JNKയിൽ നമുക്ക് ആർട്ടിക്കിൾ 370 പോയതിനു ശേഷം അറിയാം ഇറ്റ്സ് ബീൻ റിവോക്ഡ്. ആർട്ടിക്കിൾ 370 പോയി. ഇപ്പം നമുക്ക് അവിടെയുള്ള ജമ്മു ആൻഡ് കശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഉണ്ട് 2019. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. JNK റീഓർഗനൈസേഷൻ ആക്ട് 2019 ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കറിയാം പാർലമെന്റിലും ഇതിലൊക്കെ പ്രസിഡന്റിനും ഇവർക്കൊക്കെ നോമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പോലെ ജമ്മു ആൻഡ് കശ്മീരിൽ സിമ്പിൾ സംഭവം, ഇലക്ഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണെന്ന് അറിയാലോ, എത്ര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര വോട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് മത്സരിക്കാം എന്നുള്ള ഡീലിമിറ്റേഷനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പറയാൻ സാധിക്കും ജമ്മുവിൽ ഓൾമോസ്റ്റ് 43 സീറ്റുകളുണ്ട്. കശ്മീരിൽ ഇപ്പോൾ ഇത് യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷമാണ്, കശ്മീരിൽ 47ഓളം ഉണ്ട്. സോ ദാറ്റ് ബ്രിങ്സ് ദി കൗണ്ട് ഓഫ് ഓൾമോസ്റ്റ് ഒരു 90 സീറ്റ്സോളം നമുക്ക് അവിടെ വന്നു. ഇനി അല്ലാതെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഡിസ്കഷനാണ്, 5 പേരെ നോമിനേറ്റ് ചെയ്യാം കശ്മീർ ഇലക്ഷൻസിൽ. ഈ 5 പേരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് വേണമെങ്കിൽ മൊത്തം സീറ്റ്സ് 95 ആവും. ഈ 5 പേരെന്ന് പറയുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് 2 പേര് ഇതിൽ പറയുന്നുണ്ട്, 2 പേര് സ്ത്രീകളായിരിക്കണം, വിമൺ ആയിരിക്കണം, ആൻഡ് 2 പേര് കശ്മീരി പണ്ഡിറ്റ്സ് ആയിരിക്കണം. ഒരാൾ
POK, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീരിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത ഒരാളായിരിക്കണം. അപ്പം ഇത്രയും ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റും കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. മേ ബി യു ഷുഡ് നോ അബൌട്ട് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ആൻഡ് വാട്ട് ദിസ് നോമിനേഷൻ ഇസ് ഓൾ അബൌട്ട്. അതാണ് ഇതിൽ എടുത്തു പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ UPSC പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ അറസ്റ്റ്. എവറിബഡി വാസ് ടോക്കിംഗ് അബൌട്ട്, കഴിഞ്ഞ കുറേ വർഷം വന്നൊരു സ്കാം ആണ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ അറസ്റ്റ്. എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്? നമുക്കൊരാളെ ഡിജിറ്റലി ഒക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കുറേ സ്കാം ആയിട്ട് വന്നു. അതായത് കുറേ ആൾക്കാർ പോലീസാണ്, CBI ആണ്, ED ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോളിൽ നമ്മുടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഗവൺമെൻറ് ഓഫീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പോവാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രോഡ് കാണിക്കുന്നത്. സോ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ കുറേ സ്കാമുകൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെ പോലീസും ഗവൺമെൻറ്റും നമ്മളിവിടെ വന്നിട്ട് ED, CBI, പോലീസ് ഡോണ്ട് അറസ്റ്റ് പീപ്പിൾ ത്രൂ വീഡിയോ കോൾസ്. എന്നാൽ പിന്നെ കൊള്ളാമല്ലോ, എല്ലാവരും വീഡിയോയിൽ അറസ്റ്റ് ചെയ്ത് വളരെ എളുപ്പമായിരുന്നില്ലേ. സോ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു നമുക്ക് നാളെ ഓർത്തു വെക്കേണ്ടതാണ്. ഈ സ്കാമിലൊക്കെ മെൻഷൻ ചെയ്യാവുന്നൊരു പേര് തന്നെയാണ്. പിന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ ട്രക്കേഴ്സ്, ഹിമാലയത്തിൽ ഫേമസ് ആയിട്ടുള്ള കുറേ ട്രക്കേഴ്സ് വന്നിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഫാനേഴ്സിനെ പോലത്തെ ഫെയ്മാനസിനെ പോലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രക്കേഴ്സ് അവർ വഴിതെറ്റിപ്പോയി. അവരെ കണ്ടുപിടിച്ചു, എയർഫോഴ്സും എല്ലാവരും കൂടെ ചേർന്ന്. ദ വെരി ഫേമസ് മൗണ്ടനിയേഴ്സ് അവരെ റെസ്ക്യൂ ചെയ്തതാണ് പറയുന്നത്. പിന്നെ ഈ വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഹാവ് നോ എക്സിക്യൂട്ടീവ് അതോറിറ്റി. വൈസ് പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ജുഡീഷ്യൽ ഓവർ റീച്ച്, എക്സിക്യൂട്ടീവിന്റെ പവർ ഉണ്ട്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ് ഇവിടെ എടുത്തു പറയുന്നത്. ലെജിസ്ലേച്ചറിന്റെ പവർ ഉണ്ട്, ജുഡീഷ്യറിക്ക് ജുഡീഷ്യറിയുടെ പവർ ഉണ്ട്. ഈ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂയുടെ ഭാഗമായിട്ട് ഇറ്റ്സ് കോൾഡ് ജുഡീഷ്യൽ ഓവർ റീച്ച്. ജുഡീഷ്യറി കണ്ടിന്യൂസ്ലി ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിലും എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിലും നിയമത്തിലൊക്കെ ഇടപെടുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഡിബേറ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നുകൊണ്ടേയിരിക്കും. നമുക്കിത് ഓർത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞത് ചെയ്യരുതെന്നാണ് ഇവർ വൈസ് പ്രസിഡന്റ് പറയുന്നത്. ആൻഡ് പിന്നെയുള്ളത് 5 ക്ലാസിക്കൽ ലാംഗ്വേജസും, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ അടുത്ത് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് മറാഠിക്ക് കിട്ടി. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? മൊത്തം 11ഓളം ഉണ്ട്. ഓൾറെഡി നമുക്കറിയാം. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോവാം. നമ്മുടെ കേരള, മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഇത്രയായപ്പോൾ തന്നെ 4 എണ്ണമായി. തമിഴാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 2004 ഏറ്റവും ക്ലാസിക്കൽ ലാംഗ്വേജ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സംസ്കൃതത്തിന് ക്ലാസിക്കൽ ലാംഗ്വേജ് കിട്ടി. ഓർഡർ അല്ല ഞാൻ പറയുന്നത്, 1, 2, 3, 4, 5. അത് കഴിഞ്ഞിട്ട് ഒഡിയ ഭാഷയ്ക്ക് കിട്ടി. സോ 6 എണ്ണം ഇവിടെ ആയി. ഈ അടുത്ത് നമുക്കറിയാം ക്ലാസിക്കൽ ലാംഗ്വേജ് കൊണ്ടുവന്നത് മറാഠിക്ക് കിട്ടി. അതേപോലെ പാലി, പഴയ ഭാഷയാണ് പാലി, പ്രാകൃത്. പിന്നെ അസാമി ലിറ്ററേച്ചർ, അസാമി ഭാഷയ്ക്ക് കിട്ടി. അതേപോലെ ബംഗാളിക്കും കിട്ടി. ഹിന്ദി ഇതുവരെ ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല. അപ്പോൾ ഈ പറയുന്നത് ഇത്രയും ലാംഗ്വേജസിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയപ്പോൾ ദ പാനൽ, സാഹിത്യ അക്കാദമി ചെയർമാൻ ഇവരൊക്കെ ഉള്ള ഒരു ലിംഗ്വിസ്റ്റിക് പാനലൊക്കെയാണ് തീരുമാനിച്ചത്. ഏതാണ്ട് 1500 മുതൽ 2000 വർഷം വരെ ആൻറ്റിക്വിറ്റി അല്ലെങ്കിൽ ഹെറിറ്റേജ് വേണം, സ്വന്തമായിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷൻ വേണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു. തമിഴിനൊക്കെ അത് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ലാംഗ്വേജിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്ത സമയത്ത് ഈ ലിറ്റററി ട്രഡീഷൻ, ഇത്രയും വർഷത്തെ ഒരു സെപ്പറേറ്റ് ലിറ്റററി ട്രഡീഷൻ ഉണ്ടാവണം, അത് വളരെ ഡിഫറെൻ്റ് ആണ് എന്ന് പറയുന്ന ഈ ക്ലോസ്, ഈ കണ്ടീഷൻ അവർ ഇപ്രാവശ്യം സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് ലാംഗ്വേജസിന് ഇത് കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. സോ എനിവേ, ലാംഗ്വേജസിന് കൊടുത്തു, അത് നല്ല കാര്യം. അത്രയും വർഷം പഴക്കമുള്ള ലാംഗ്വേജസിന് കൊടുത്തു എന്നുള്ളതാണ്. സോ ആ ഒരു ക്രൈറ്റീരിയ അവർ ഇപ്രാവശ്യം ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ക്ലാസിക്കൽ ലാംഗ്വേജ് മസ്റ്റ് ഹാവ് ആൻറ്റിക്വിറ്റി ഓഫ് ഇറ്റ്സ് ഏർലി, ഇത്രയും വർഷം പഴക്കം വേണം, ഏൻഷ്യൻ ലിറ്ററേച്ചർ വേണം, ആൻഡ് ലിറ്റററി ട്രഡീഷൻ വേണം എന്നാണ് പറയുന്നത്. ആ വാക്കോട് ഓർത്ത് വെച്ചോളൂ. അത് ഇപ്രാവശ്യം എടുത്തില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ മേജർ ആയിട്ടുള്ള കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പിന്നെയുള്ളത് റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് പോളിസി. യൂണിയൻ ഗവൺമെന്റ് റീസ്റ്റോർ ദ പോളിസി ഓഫ് റിക്രൂട്ടിംഗ് റെയിൽവേ ഓഫീസേഴ്സ് ത്രൂ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് ദി എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ. ഈ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അപ്പോയിൻമെന്റ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് പോളിസിയെ കുറിച്ചാണ് വായിക്കുന്നത്. യു ക്യാൻ റീഡ് ദിസ്. അതിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കിത് വായിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ അതാണ്. പിന്നെ ബിസിനസ്സിൽ ഇന്ന് കാര്യമായിട്ടുള്ള വാർത്തയില്ല. ചില സമയത്ത് ഇങ്ങനത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അങ്ങനത്തെ വാർത്തകൾ വരുന്ന ദിവസം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, വായിച്ചാൽ മനസ്സിലാവില്ലെന്നല്ല, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതിലേക്ക് അതൊരു എക്കണോമിക് ടോപ്പിക് ആയിട്ടാണ്. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല. എന്തുകൊണ്ടാണ് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക്സ് ആർ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ത്രൂ RBI ഈസ് യെറ്റ് ടു കമ്മിറ്റ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ കറൻസി, ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പക്ഷേ ഇത് ഇങ്ങനെ പഠിപ്പിക്കാനുള്ളതല്ല. എക്കണോമിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് RBIയുടെ ഫംഗ്ഷൻ. RBI എസ്പെഷ്യലി ഡെയിലി നമുക്ക് മനസ്സിലാക്കാം
ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ്റെ സമയത്ത്. ഇത് എന്തിനാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനെ ഹൗ ഇസ് ദിസ് എഫക്റ്റിംഗ് ദി എക്കോണമി, ഹൗ ഇസ് ഇറ്റ് എക്കോണമി എഫക്റ്റിംഗ് ദി ഗ്ലോബൽ എക്കോണമി, ഇതൊക്കെ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് ഇന്നത് കംപ്ലീറ്റ്ലിലേക്ക് പോകുന്നില്ല. ഇമീഡിയറ്റ്ലി ഗോയിങ് ടു ദ ലാസ്റ്റ് ഫോറിൻ പേജ്. നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. നിങ്ങൾ മാപ്പ് ബേസ്ഡ് ആയിട്ട് തന്നെ ലെബനൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. വേർ ഇസ് ട്യൂണീഷ്യ? കുറേ റെവല്യൂഷനൊക്കെ നടന്ന സ്ഥലമാണ്. ജാസ്മിൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ജാസ്മിൻ അങ്ങനത്തെ വേർ ഇസ് ട്യൂണീഷ്യ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചൈനയും നോർത്ത് കൊറിയയും നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലെടുത്ത് പറയേണ്ടത് എല്ലാം മനസ്സിലാക്കേണ്ട അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ സ്കുഡ്സ് ഫോഴ്സ്, ഇത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം. ഹെസ്ബുള്ളയുടെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് കുഡ്സ് ഫോഴ്സ്. IRGC എന്ന് പറയുന്ന ഇറാനിന് വളരെ ഇമ്പോർട്ടൻ്റ്, ദി ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇതിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, IRGC, ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് കോപ്പ്. അതിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് കുഡ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറാൻ എന്ന് പറയുമ്പോൾ തന്നെ IRGC എന്താണെന്ന് അറിയണം. ഇറ്റ്സ് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ ഫോഴ്സാണ്. അതിലെടുത്തു പറയേണ്ട ഒരു ഫോഴ്സാണ് കുഡ്സ്. ഇവർ പറയപ്പെടുന്നത് ഇവരാണ് ഈവൻ ഹെസ്ബുള്ള പോലത്തെ ഗ്രൂപ്പ്, ലെബനൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെസ്ബുള്ള പോലത്തുള്ള ഗ്രൂപ്പ്സിനൊക്കെ ഹൈ പ്രൊഫൈൽ ട്രെയിനിങ് കൊടുക്കുന്ന ഏജൻസിയും കൂടാണ് കുഡ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ എന്താണ് കുഡ്സ് ഫോഴ്സ് എന്നുള്ളത്. സോ ഇതാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അപ്പ് ആൻഡ് വി ഹാവ് കവർഡ് ഓൾമോസ്റ്റ് മേജർ ന്യൂസ് എന്ന് വിശ്വസിക്കുന്നു. കീപ് വാച്ചിങ് IS ഫാക്ടറിൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് October 10th നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഈ എഡിറ്റോറിയൽ സമ്മറി ഒക്കെ ഉണ്ടാവും കേട്ടോ. മലയാളത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. സോ വി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഡിമാൻഡ്സ് ഫോർ എ മലയാളം കോഴ്സ്. നാഷണൽ കോഴ്സ് അല്ലാതെ തന്നെ നമ്മൾ മലയാളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. സോ IS ഫാക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 10th തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സസ് വന്നു തുടങ്ങും. സോ നിങ്ങൾ CSAT ഒക്കെ കാണുന്നുണ്ടെങ്കിൽ CSATൻ്റെ വീക്ക്ലി ലൈവ് ക്ലാസ്സസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ 2025 റിവിഷൻ ബാച്ചും ഉണ്ട്. സോ എനിത്തിങ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ, IS ഫാക്ടർ, ആൻഡ് I am Arjun R. Shankar, your mentor. So thank you. നാളത്തെ പേപ്പറിൽ കാണാം. ടേക്ക് കെയർ.